നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ കാലത്തിൻ്റെ പ്രൗഢിയുടെയും പാരമ്പര്യത്തിൻ്റെയും കൂടി അഭിമാന സ്തംഭമാണ് വെള്ളിനഴി എന്ന കലാഗ്രാമം. VK ശ്രീകണ്ഠൻ. നിരവധി കലാകാരന്മാരെ വാർത്തെടുത്ത മണ്ണുകൂടിയാണ് വെള്ളിനഴി കലാഗ്രാമം. ഈ മണ്ണിനെ മനസ്സിനോട് ചേർത്ത് വെച്ചാണ് ഓരോ കലാകാരന്മാരും പ്രവർത്തിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP അഭിപ്രായപ്പെട്ടു. താടിയരങ്ങിൻ്റെ പ്രൗഢിയിൽ വെള്ളിനഴി നാടുനായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. നമ്മുടെ കലാകേന്ദ്രത്തിന് ആവശ്യമായ കെട്ടിടത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ഭരണാനുമതിയായി നമുക്ക് അടുത്ത മാസം തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാം എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുക. നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ പരിപാടികൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു. ഇത്തവണ പ്രത്യേകമായി താടിയരങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരത്തി രാവ് ഏറെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഈ താടിയരങ്ങ് വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളറകളിൽ നിന്നാണ് ഓരോ കലയും കലാകാരനും രൂപപ്പെട്ടു വരുന്നത്. മണ്ണിനെ നന്നായി അറിയുന്നവർക്ക് മാത്രമാണ് സംഗീതം നന്നായി ആസ്വദിക്കാൻ കഴിയുള്ളൂവെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഓരോ കലയും ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് സത്യവുമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നാണുനായരുടെ കലാജീവിതം. നല്ലൊരു കലാകാരൻ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾക്ക് പരിഹാരം കാണുന്നവരുമാണ്. കലാകാരന്മാരെ ലോകം മുഴുവനും ആരാധിക്കുകയും അംഗീകരിക്കുന്നവരുമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് മാത്രമല്ല, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു കലാഗ്രാമമാണ് വെള്ളിനഴി. വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗ്രാമമാണ് വെള്ളിനഴി. ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഇവിടുത്തെ ജനങ്ങളെ കാണുമ്പോഴൊക്കെ അവരുടെ സ്നേഹവും അവരുടെയൊക്കെ പെരുമാറ്റവും യഥാർത്ഥ ഗ്രാമീണ ജനതയുടെ വൈകാരികമായ പ്രകടനങ്ങളൊക്കെ പലപ്പോഴും അനുഭവിക്കാൻ എനിക്ക് യോഗമുണ്ടായി. വെള്ളിനഴി നാണുനായർ എന്ന യുഗപ്രഭാവനായ കലാകാരൻ്റെ സ്മരണയ്ക്കാണ് താടിയരങ്ങ് സമർപ്പിച്ചത്. ആട്ടക്കഥകളിലെ അത്യപൂർവവും ചിട്ടപ്രധാനവുമായ രംഗങ്ങളെ സമന്വയിപ്പിക്കുന്ന താടിയരങ്ങ് നാണുനായർ കലാസ്വാദകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി. കലാകേന്ദ്ര വിദ്യാർത്ഥികളുടെ തോടയം, പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം അരങ്ങേറിയ ലവണാസുരപഥം, നിഴൽക്കൂത്ത്, കിരാതം എന്നീ ആട്ടക്കഥകളിൽ ചൂന്നതാടി വേഷത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാർ വേഷമിട്ടു. ഈ കലാരംഗത്താണെങ്കിലും ഇവരുടെയൊക്കെ മികവ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ഒരുപാട് അദ്വിതീയരായിട്ടുള്ള കലാകാരന്മാരെ സംഭാവന ചെയ്ത് മണ്ണെന്ന് വെച്ചാൽ ഈ മണ്ണ് മനസ്സിനോട് ചേർത്ത് വെച്ചാണ് ഓരോ കലാകാരന്മാരും പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാണുനായരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കർഷകനായിരുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഗ്രാമീണ ജനങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല കലയും ഏറ്റവും നല്ല സംഗീതവും ഏറ്റവും നല്ല സാഹിത്യമൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉപജീവനം മാത്രമല്ല, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ മണ്ണിനെ നന്നായിട്ട് അറിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സംഗീതം ആസ്വദിക്കാൻ കഴിയുള്ളൂ, കല ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ചരിത്രം അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നാണുനായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. വൈകിട്ട് കേളിയോടെയാണ് താടിയരങ്ങിൻ്റെ അരങ്ങുണർന്നത്. സാംസ്കാരിക സമ്മേളനത്തിൽ കലാകേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ വെള്ളിനഴി അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വെള്ളിനഴി നാണുനായരുടെ പത്നി മേലതിൽ പാറുക്കുട്ടിയമ്മ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. വെള്ളിനഴി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് O വിജയകുമാർ മുഖ്യാതിഥിയെ പൊന്നാടണിയിച്ചു. വെള്ളിനഴി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനിൽകുമാർ, മുൻ പഞ്ചായത്ത് അംഗം P സ്വാമിനാഥൻ, സമന്വയ സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രേംജിത്ത്, കലാകേന്ദ്രം സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ഡോക്ടർ V ഗോപാലകൃഷ്ണൻ, V രാമകൃഷ്ണൻ, VN പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ മൺമറഞ്ഞ കലാകാരന്മാരായ വാഴയങ്കട വിജയൻ, കലാമണ്ഡലം കേശവദേവ്, കലാമണ്ഡലം കേശവ നമ്പീശൻ, സദനം നരിപ്പറ്റ നാരായണ നമ്പൂതിരി, കൊട്ടാരക്കര ഭദ്ര, RLV രഘുനാഥൻ,
കലാനിലയം വിജയൻ, ആയൻകുട്ടി കുട്ടപ്പമാരാർ, ഏരു ശശി എന്നിവരെ അനുസ്മരിച്ചു. ഇവിടെ ആരംഭം കുറിക്കുകയാണ്. കഥകളി മൺമറഞ്ഞ ഈ ദേശത്ത് വെള്ളിയേഴി നാണുനായരാശാൻ്റെ പേരിൽ ഒരു സ്ഥാപനമായ ചില കലാസ്നേഹികളെ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രാന്തപ്രദേശത്തെ കലാകാരന്മാരും ചേർന്ന് ഒരു യോഗം ചേർന്ന് 2001 സെപ്റ്റംബർ 9 മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. നാണുനായർ ആശാന്റെ ധർമ്മപത്നി ശ്രീമതി മേലതിൽ പാറുകുട്ടി അമ്മയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് കലാകേന്ദ്രത്തിന്റെ സ്നേഹോപഹാരം കൂടി അദ്ദേഹത്തിന് നമുക്ക് കൈമാറാം. പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്മരണിക പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ ശ്രീ കലാമണ്ഡലം ഗീതാനന്ദൻ അവർകൾ. പോയാൽ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒരാളും പാഴാവില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം വെള്ളിനേഴിയുടെ ശക്തി അത്ര കണ്ട് മേലെ തന്നെയാണ്. കഴിഞ്ഞ 34 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഈ മണ്ണിൽ നിന്നും, ഒരുപക്ഷെ നിങ്ങൾ പലർക്കും എന്നെ പരിചയമുണ്ടായെന്ന് വരില്ല, ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഞാൻ 34 വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് പോയതാണ്. ഏത് നാട്ടിൽ പോയാലും, വിദേശങ്ങളിലായാലും മറ്റെവിടെയായാലും, വെള്ളിനേഴി എന്ന് കേൾക്കുമ്പോൾ, വെള്ളിനേഴി കലാഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിങ്ങൽ, മനസ്സിൽ വെള്ളിനേഴിയോടുള്ള താല്പര്യം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഇവിടെ നിന്ന് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. ഞാനിവിടെ വന്നത് ഇത്ര ദൂരെ നിന്ന് ഇത് സ്വീകരിക്കാനാണ് എന്ന് നമ്മുടെ അച്യുതൻകുട്ടിയേട്ടൻ പറഞ്ഞു. വെള്ളിയിൽ നിന്നും എന്ത് കിട്ടിയാലും അത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന് ഏതൊരു അവാർഡിനേക്കാളും മൂല്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹം അറിയിച്ചുകൊണ്ട്, ഞങ്ങളുടെ ആശാന്റെ പാദാരവിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
अमर पूजित है। ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കാട് റോഡ് കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.